Good evening and welcome to A&M Express, powered by Time Express Cargo. ഞാൻ ആതിര. ഞാൻ മുരുകേഷ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പ്രോമിസ് ചെയ്ത മഴയായതുകൊണ്ട് നിങ്ങൾ വിചാരിച്ചിട്ട് നമ്മൾ വരില്ല എന്ന്. പക്ഷേ അങ്ങനെയല്ല. നമുക്ക് അങ്ങനെ മടിയൊന്നും ഇല്ല. നമ്മൾ ചോദിച്ചു വാങ്ങിയതാണ് അല്ലേ? അവർ പറഞ്ഞു മഴയാണെങ്കിൽ നിങ്ങൾ വിശ്രമിച്ചോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾ പറഞ്ഞതാണ് അല്ലേ? പിന്നെ എന്താണെന്നറിയില്ല, കള്ളം പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ മുഖത്തെ വേറൊരു എക്സ്പ്രഷൻ വരും. എന്നെ കൊണ്ട് രാവിലെ വിളിച്ച് ചോദിപ്പിക്കും മുരുകേഷ്, ഇന്ന് ഷോ ഉണ്ടോ? നിനക്ക് പനിയോ ജലദോഷോ വല്ലതും ഉണ്ടോ? കാരണം എപ്പോഴും കാണും എന്തെങ്കിലും. അയ്യോ അങ്ങനെയൊന്നും ഇല്ല. കണ്ടില്ലേ കവിയൂർ പൊന്നമ്മ കണക്കി നിന്റെ അടുത്ത് പറയുന്നത് ചെറുതായിട്ട് ഞാനും തടിച്ചു ഇല്ല. അപ്പൊ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ? അപ്പോൾ അതെല്ലാം അറിയുന്നതിന് മുന്നേ നമ്മളിന്ന് ഇവിടെ വരാൻ വേറൊരു കാരണം കൂടെയുണ്ട്. നമ്മൾ ഇതൊക്കെ തമാശ പറഞ്ഞെങ്കിലും നമ്മളിന്ന് ഇവിടെ വരാനായിട്ടൊരു മെയിൻ കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ മഴയാന്ന് വെച്ചാൽ നമ്മൾ ഉഴപ്പാന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് ഇവിടെ നമ്മളോടൊപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടെ ഉണ്ട്. അതാണ് മെയിൻ കാരണം നമ്മൾ ഇവിടെ ഇന്ന് എത്താൻ. ഫേസ് ഓഫ് ഫേസ്ലെസ് എന്ന് പറഞ്ഞ UAE ഇന്ന് റിലീസായ ഒരു മൂവിയുടെ ഒരു സോഷ്യൽ മെസ്സേജ് കൊടുക്കുന്ന ഒരു മൂവിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ റിലീസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ UAE നമ്മൾക്ക് ഇവിടെ നമുക്ക് ഇത് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുകയാണ്. ഇന്ന് മുതൽ അത് റിലീസിന് എത്തിയിരിക്കുകയാണ്. വേൾഡ് വൈഡ് 55 റെക്കഗ്നിഷൻസ്, ഇന്റർനാഷണൽ റെക്കഗ്നിഷൻ ഇന്നലെ റിലീസായി. 55 ഇന്റർനാഷണൽ റെക്കഗ്നിഷൻസ് കിട്ടിയ ഒരു മൂവിയാണ്. എനിക്ക് തോന്നുന്നു യൂറോപ്പിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ ഇന്നെന്നാണ് പറഞ്ഞാൽ ഇന്നലെ ഇത് UAE റിലീസായി നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിന്റെ ഡയറക്ടറെയാണ് നമ്മൾ ഗസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ ഷോർട്ട് ബ്രേക്ക് പോവാണ്. ആ ബ്രേക്കിന് കഴിയുമ്പോൾ നിങ്ങൾ ഇതിന്റെ ട്രെയിലർ ആയിരിക്കും കാണാൻ പോകുന്നത്. അപ്പോൾ ട്രെയിലറോട് കൂടി നമ്മൾ അദ്ദേഹത്തെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു ഷോർട്ട് ബ്രേക്ക്. पानी गंदा है ना? यही हम पीते हैं. चलो हाँ, कोई नहीं है. चलो थोड़ा पानी. हमारे ठाकुर साहब से बीज और खाद उधार लिया है, वो पैसा अब चुका दे. സത്നയിലെയും ഉൾക്കടിയിലെയും പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തെക്കാൾ സങ്കടകരമാണ് അമ്മച്ചി ഇവിടുത്തെ ആദിവാസികളുടെ സ്ഥിതി. इस सारी फसाद की जड़ वो औरत है. इसका कुछ ना कुछ तो उपाय निकालो अमर सिंह. क्या करते हो तुम लोग? हमारे गांव के बच्चे हैं मदर जी, बकरियां चराते हैं. अगर हो सके तो आगे से बच्चे को बकरी चराने मत भेजना. मदर जी, आप अपनी जिंदगी हमारे संघर्ष में क्यों बिता रही हो? काम का पगार सिर्फ खाना. अच्युत तो सिर्फ आदिवासी है, उनका पैसा नहीं है ना साहब. तेरी हिम्मत कैसे हुई हमारे सामने बात करने की? बात करेंगे. तुम लोगों को अपने गांव में आत्मसम्मान के साथ जीने का अधिकार है. इस गांव में चाहे बीमारी आए, लोग मरे, इस औरत का उससे क्या? सिस्टर रानी मरिया, दिस इज योर लास्ट वार्निंग. ये लोग आपके गांव वाले या रिलेटिव तो नहीं लगते? आप हमको छोड़ के मत जाइए मदर जी. गांव वालों को कैसे जीना है ये हम तय करेंगे. चाहे कुछ भी हो जाए, मैं उनके साथ खड़ी रहूंगी. और दूसरों के लिए प्राण अर्पित करने से बड़ा और कोई प्रेम नहीं है. വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ട ട്രെയിലർ ഫേസ് ഓഫ് ഫേസ്ലെസിന്റെ എല്ലാം ആളാണ് നിൽക്കുന്ന ഷൈസൻ ഔസേബ്. താങ്ക് യു. അപ്പോൾ ഇദ്ദേഹം എന്തൊക്കെയാണ് ഇതിന് മുന്നേ, ഈ ഒരു മൂവിക്ക് മുന്നേ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? ഞാനൊരു 25 രാജ്യങ്ങളിൽ ഏകദേശം ഒരു 25-30 ഡോക്യുമെന്ററികളും ഷോർട്ട് ഫിലിംസും ചെയ്തിട്ടുണ്ട്.
അപ്പൊ അതൊക്കെ 25 രാജ്യങ്ങൾ, സോറി കട്ട് ചെയ്തേനെ, 25 രാജ്യങ്ങൾ. അപ്പൊ ആ രാജ്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിംസും ഷോർട്ട് ഫിലിംസും ഡോക്യുമെന്ററീസ് ആണ് ചെയ്തിരിക്കുന്നത് കൂടുതൽ. ഇത് എൻ്റെ ആദ്യത്തെ ഒരു സിനിമയായിട്ട്, ഫീച്ചർ ഫിലിമായിട്ട് ഇത് ആദ്യത്തെ ഒരു ഇതാണ്. ഇതല്ലാതെ ഇതിനു മുൻപ് ഇപ്പൊ ഒരു പ്രൊഫഷനായിട്ട് എടുത്തിരിക്കുന്നത് ടീച്ചിങ് ആണ്. മുംബൈ സെന്റ് സേവിയേഴ്സ് കോളേജിൽ ഒരു അസോസിയേറ്റ് ഡീനായിട്ട് വർക്ക് ചെയ്യുന്നു. ഫിലിം ആൻഡ് ടെലിവിഷൻ എന്ന് പറയുന്ന സബ്ജക്ട് ചെയ്യുന്നു. ഫിലിമറ്റവേഷൻ എന്ന് പറയുമ്പോൾ ഫിലിം ആൻഡ് ടെലിവിഷൻ. കേട്ടില്ലേ അല്ലേ? അല്ല, ഫിലിമറ്റവേഷൻ കേട്ടു ഞാൻ, ഫിലിമറ്റവേഷൻ കേട്ടു. അപ്പൊ എന്താണ് ഫിലിമറ്റവേഷൻ എന്നുള്ളത്? ഓക്കെ, അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിലേക്ക് വരാനുണ്ടായ കാരണം, ഈ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് എത്തിയത്? പ്രത്യേകിച്ച് ഇങ്ങനൊരു സബ്ജക്റ്റ് ആകുമ്പോൾ അതിന്റെ കമേഴ്ഷ്യൽ എലമെന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം അതിൽ ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംഭവമാണ്. കാരണം ദിസ് ഇസ് ആക്ച്വലി റിയാലിറ്റി അല്ലേ? ഒരു ആക്ച്വലി വി ആർ പാസിംഗ് ഓൺ എ മെസ്സേജ്, ഗുഡ് മെസ്സേജ് അല്ലേ? അപ്പൊ അങ്ങനെ ഒരു സിനിമ എന്തുകൊണ്ടാണ് അതൊരു ഫസ്റ്റ് ഫീച്ചർ ഫിലിം എന്ന രീതിയിൽ ഇങ്ങനെയാണ് ഇതിലേക്ക് വന്നത്? അതായത് എനിക്ക് ഇഷ്ടം എപ്പോഴും ഡോക്യുമെന്ററികളും ഷോർട്ട് ഫിക്ഷനുമാണ്. അപ്പൊ ഈ നോൺ ഫിക്ഷൻ. അപ്പൊ ഇതിൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഞാൻ കഥകൾ എനിക്ക് ഇഷ്ടമാണ്. നമുക്ക് എല്ലാവരും പറയുന്ന പോലെ തന്നെ സിനിമകളോട് താല്പര്യം, കഥകളോട് താല്പര്യം. അങ്ങനെയാണ് സിസ്റ്റർ റാണി മരിയയുടെ കഥയെ ഞാൻ കേൾക്കുന്നത്. ഇത് 1995 മധ്യപ്രദേശിൽ കൊല ചെയ്യപ്പെട്ട ഒരു കന്യാസ്ത്രീയുടെ കഥയാണ്. ഈ കഥയിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ ഒരു കന്യാസ്ത്രീ, ഒരു അച്ഛൻ, അല്ലെങ്കിൽ അത്തരത്തിൽ പറഞ്ഞാൽ എല്ലാം വർഗീയമായിട്ട് കാണുന്ന ഒരു സാഹചര്യത്തിലൂടെ പോവാണ്. പക്ഷെ ഈ കന്യാസ്ത്രീനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരത്തി ഒരാളെ പോലും മതപരിവർത്തനം ചെയ്തിട്ടില്ല. അതിനേക്കാൾ ഉപരി അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുകയാണ് ചെയ്തത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. അതിനേക്കാൾ ഉപരി മരിച്ചു കഴിഞ്ഞാൽ, കൊല ചെയ്യപ്പെട്ടതിന് ശേഷം ഈ കൊലയാളിയെ സ്വന്തം മകനായിട്ട് ഈ സിസ്റ്ററുടെ അമ്മ സ്വീകരിച്ചു. കറക്റ്റ്. എൻ്റെ മകളെ കൊന്ന നിന്റെ, അല്ലെങ്കിൽ എൻ്റെ മകളുടെ രക്തം വീണ ഈ കൈകളിൽ ഞാനൊന്ന് ചുംബിക്കട്ടെ എന്ന് പറഞ്ഞ് ആലിംഗനം ചെയ്ത് വീട്ടിലേക്ക് കയറ്റി. എനിക്ക് തോന്നുന്നത് ഇതൊരു ക്ഷമയുടെ ഏറ്റവും പാരമ്പര്യത്തിൽ എത്തിയിരിക്കുന്നതാണ്. ഈ സബ്ജക്റ്റ് എന്നെ ഭയങ്കര ആകർഷിച്ചു. ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് വൈ ഡോണ്ട് യുനോ ഈ സബ്ജക്റ്റ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൂടാ? അതിലൊരു കൊമേഴ്ഷ്യൽ ആസ്പെക്ട് ഞാൻ ചിന്തിച്ചില്ല. ഞാൻ ആ ചോദ്യത്തിലേക്ക് വരാണ്. കാരണം എന്ന് വെച്ചാല്, ഒരു സാമ്പത്തികം ഇതിനൊരു തടസ്സമാവരുത്. ഈ കലയ്ക്ക് എപ്പോഴും തടസ്സമായിട്ട് നിൽക്കുന്നത് സാമ്പത്തികമാണ്. എങ്കിൽ കൂടി ഈ നല്ലൊരു സംഗതി ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാമ്പത്തികം ഒരു തടസ്സമായിരുന്നു വിചാരിച്ചു. ഇപ്പോഴും ഇതിന്റെ റിക്കവറി ചെയ്തിട്ടില്ല, ഓടി നടക്കാണ്. ഇപ്പോ ഈ സ്റ്റേജിലേക്ക് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ, ഇത് എങ്ങനെ ഇത് വിറ്റഴിക്കാമോ, എങ്ങനെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാമെന്നുള്ള ചിന്ത ഒരു ന്യൂ കമർ എന്ന നിലയ്ക്ക് എന്റെ മനസ്സിലൂടെ അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അൺഫോർച്ചുനേറ്റ്ലി അതാണ് ഈ ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു പ്രോബ്ലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നല്ലൊരു കാര്യമായിട്ട് നമ്മളൊരു പ്രൊഡ്യൂസറെ സമീപിക്കുമ്പോൾ, അല്ലെങ്കിൽ നല്ലൊരു കോസിന് വേണ്ടി സമീപിക്കുമ്പോൾ അദ്ദേഹം ചിന്തിക്കുന്നത് ഇതിന്റെ വരുമാനം എങ്ങനെയെന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സിനിമ, ഇങ്ങനെ ഒരു സബ്ജക്ട്, വെൻ യു നോ ദാറ്റ് ഒരു കൊമേഴ്ഷ്യൽ വാല്യൂ കുറവായിരിക്കും എന്നിട്ട് ഒരു പ്രൊഡ്യൂസറിനെ എങ്ങനെയാണ് കൺവിൻസ് ചെയ്തത്? ഞാൻ ഒത്തിരി പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്ത് ചെന്നു. അതായത് നമ്മുടെ ഫ്രണ്ട്സ്, US-ലുള്ള ഫ്രണ്ട്സ്, അല്ലെങ്കിൽ യൂറോപ്പിലുള്ള ഫ്രണ്ട്സ്, ഡോക്യുമെന്ററി ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾ, ഇതൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തു. എല്ലാവരും പറഞ്ഞു, ഓ വെരി ഗുഡ് സബ്ജക്ട് വെരി ഗുഡ്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാൽ കുറച്ച് പൈസ നമുക്ക് തുടങ്ങാം, അത് നമുക്ക് പിന്നെ ചിന്തിക്കാം. അതായിരുന്നു ഇതിന്റെ സംഗതി. അങ്ങനെ അവസാനം എന്തെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ, അതായത് ആരോ പറഞ്ഞില്ലേ, വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനു നാട്ടിൽ തെണ്ടി നടക്കുന്നൊക്കെ പറയുന്ന പോലെ, എന്തുകൊണ്ട് എനിക്ക് എന്നിലൂടെ ഞാൻ തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെന്ന് എൻ്റെ കോളേജിലെ ഡയറക്ടറോട് പറഞ്ഞു, ഇതാണ് കഥ, എനിക്കിതിൽ വിശ്വാസമുണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, ഫാദർ പെസോ, പുള്ളി പറഞ്ഞു, എനിക്കും ഇതിൽ വിശ്വാസമുണ്ട്, ദെൻ നമുക്ക് ആരംഭിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുത്തെ ഡീനായ സാൻഡ്ര ഡിസൂസറാണ് ഫാദർ പെസോ, ഞാനും അസോസിയേറ്റ് ഡീനും, ഞങ്ങൾ 3 പേരും കൂടി ഇതിനിറങ്ങി തിരിച്ചു സിനിമ നിർമ്മിച്ചു. ഇതാണ് ഇതിന്റെ പുറകില്. അപ്പോൾ ഈ വിൻസി അലോഷ്യസിലേക്ക് എത്തിയത് മാത്രമല്ല, തിരക്കഥ എന്ന് പറയുന്നത്, ഇപ്പൊ ഈ ഒരു ഐഡിയ ഉണ്ടായത് താങ്കളുടെ മനസ്സിലാണല്ലോ. അപ്പൊ ഈ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ, ആളുടെ പേര് ജയപാലാനന്ദൻ. പുള്ളി എപ്പോഴാണ് ഇതിലേക്ക് വന്നത്? വിൻസി അലോഷ്യസ് ആവണം ഈ ക്യാരക്ടർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതിനു മുന്നേ വേറെ ആരെങ്കിലും മനസ്സിലുണ്ടായിരുന്നോ? ഈ ജയപാൽ അനന്തൻ എന്ന് പറഞ്ഞാൽ, എന്ന് നിന്റെ മൊയ്തീൻ എന്ന ഒരു കഥയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം കുറെ സ്ക്രിപ്റ്റിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞ് അതിൽ നിന്ന്
അദ്ദേഹം അന്ന് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ജോലി ഒന്നും അധികം തിരക്കില്ലാത്ത സമയമായിരുന്നു. അപ്പോഴാണ് ഞാൻ ജയബാലാനന്ദനെ പരിചയപ്പെടുന്നത്. അങ്ങനെ ജയബാലാനന്ദൻ എന്നോട് പറഞ്ഞു, നല്ല കഥകളുണ്ടെങ്കിൽ ഷൈസൻജി ഞങ്ങളായിട്ട് ഷെയർ ചെയ്യണം, എന്ന് ഞാനായിട്ട് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയായിട്ട് സംസാരിച്ചു, കഥയെ സംസാരിച്ച് ഞങ്ങൾ സിസ്റ്റർ റാണി മരിയ ജീവിച്ച് പ്രവർത്തിച്ച ഇൻഡോർ മധ്യപ്രദേശിലെ സ്ഥലങ്ങളിലൂടെയൊക്കെ പോയി ഒരു 2-3 മാസം അവിടെ താമസിച്ച് ഈ കഥയെ പറ്റി ഡീപ്പായിട്ടൊന്ന് പഠിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഇതൊരു ഐസ്ബർഗ് പോലെയാണ്, അതായത് നമ്മൾ ഈ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല. ഈ ഒരു കന്യാസ്ത്രീ ലാംഗ്വേജ് അറിയാതെ, അല്ലെങ്കിൽ ഒരു സ്ത്രീ 22ാമത്തെ വയസ്സിൽ ലാംഗ്വേജും പരിധികൾക്കെല്ലാം അപ്പുറത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുക. ചെറുപ്പം കഴിയുന്നതിന് മുമ്പ് 41 വയസ്സിൽ മരണപ്പെടുകയും ചെയ്യുക. കറക്റ്റ്. ആ ഒരു സാഹചര്യം അത് വീണ്ടും ഞങ്ങൾക്ക് അപ്പോൾ പിന്നെ അവിടുത്തെ ഗ്രാമവാസികളോട് ചോദിച്ചു, എന്താണ് ആ സിസ്റ്റർ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്? അപ്പോൾ എല്ലാവർക്കും 100 വാക്കുകളാണ് ചെയ്ത കാര്യങ്ങൾ. പ്രത്യേകിച്ച് അവരുടെ കൃഷിയെ സംരക്ഷിച്ചത് എങ്ങനെയാണ്, അവരുടെ സിസ്റ്റത്തെ സംരക്ഷിച്ചത് എങ്ങനെയാണ്, അവരുടെ ഫ്രീഡത്തിന് വേണ്ടി എങ്ങനെ ഒറ്റയാളായിട്ട് പടയാളിയായി. അതുകൊണ്ടാണ് സിസ്റ്റർ റാണി മരിയ അറിയപ്പെടുന്നത് ദ ക്യൂൻ ഓഫ് ഇൻഡോർ. ഇൻഡോറിന്റെ റാണി എന്നാണ് അറിയപ്പെടുന്നത് അവരുടെ ഇടയിൽ ഇപ്പോഴും. അപ്പൊ ഇനി വിൻസി അലോഷ്യസിലേക്ക് എത്തിയത് വിൻസി അലോഷ്യസിന് ഇതിന് സിസ്റ്റർ റാണി മരിയ ആവാനായിട്ട് ഹൈറ്റ്, വെയിറ്റ്, ലുക്ക്, അതിനേക്കാളൊക്കെ ഉപരി അഭിനയിക്കാൻ ഒരു കഴിവ് വേണം. അങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെ അന്വേഷിച്ച് നടന്നു പലരും ഇതിലെ ആർട്ടിസ്റ്റുകളായിട്ട് വന്നു. പക്ഷെ വിൻസി അലോഷ്യസിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിന്റെ മോഫൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റ് ഷീസ് ആപ്റ്റ്. അങ്ങനെ വിൻസി അലോഷ്യസിനെ മീറ്റ് ചെയ്തു, ചോദിച്ചു. പുള്ളിക്കാരത്തി പറഞ്ഞു യെസ്, ഞാൻ ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ വിൻസി അലോഷ്യസിനെയും അതുപോലുള്ള ഒരു 150-ൽ പരം ഒരു 16 സ്റ്റേറ്റുകളിൽ നിന്ന് 150-ൽ പരം ആർട്ടിസ്റ്റിനെ എല്ലാവരെയും കൊണ്ടുവന്ന് മഹാരാഷ്ട്രയിലെ ഖണ്ഡാല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വർക്ക്ഷോപ്പ് നടത്തി ഞങ്ങൾ. ഈ വർക്ക്ഷോപ്പ് നടത്തി കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ഈ കഥയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നത്. പിന്നെ അവിടെ നിന്നൊരു യാത്രയായിരുന്നു. എത്ര നാളുണ്ടായിരുന്നു ഷൂട്ട് കംപ്ലീറ്റ് ചെയ്ത്? ഷൂട്ട് ഏകദേശം ഒരു 35-40 ദിവസത്തോളം നീണ്ടു നിന്നു. 35 ദിവസം കഴിഞ്ഞു. 45 സെയിം സ്ഥലത്ത് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ, റിലീജിയസ്, വേരിയസ് റീസൺ കൊണ്ട് ഞങ്ങൾക്ക് അവിടെ പറ്റിയില്ല. കൂടുതൽ സമയം ഞങ്ങൾ ഷൂട്ട് ചെയ്തത് ഈ കണ്ടാല എന്ന് പറയുന്ന അവിടുന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ വീണ്ടും ഉൾഗ്രാമത്തിലേക്ക് മാറിയിട്ടാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. അപ്പൊ ബാക്കി ആർട്ടിസ്റ്റ് ഒക്കെ ഇത് പറയുന്നത് മറ്റു സ്ഥലങ്ങളിലാണെന്ന് പറഞ്ഞു. അപ്പൊ അവരൊക്കെ അവിടെ തിയേറ്റർ ആർട്ടിസ്റ്റ് ആണോ, അവരൊക്കെ സിനിമകൾ ചെയ്യുന്നവരാണോ? അവർ ഭൂരിഭാഗം തിയേറ്റർ ആർട്ടിസ്റ്റുകളാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ഞാൻ കണ്ട എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ തിയേറ്റർ ആർട്ടിസ്റ്റ് അവർ പെർഫോം ചെയ്യാം. അവർക്ക് പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കൺട്രോൾ ചെയ്താൽ മതി എന്നാണ്. എക്സാക്ട്ലി, അതൊരു ഇത് ചെയ്തു. ഇവൻ ഇതിലെ വില്ലനായിട്ട് വരുന്ന ജീത് മത്താരു എന്ന് പറയുന്ന പഞ്ചാബിൽ നിന്നുള്ള മെയിൻ ആള്, പുള്ളി 1-2 സിനിമകളൊക്കെ ചെയ്തതാണ്. പക്ഷെ ഈ ക്യാരക്ടർ വന്നു കഴിഞ്ഞപ്പോൾ ഹി ഹാസ് ഡൺ ബ്യൂട്ടിഫുള്ളി, വണ്ടർഫുള്ളി വെൽ. ട്രെയിലർ ഇസ് വെരി പ്രോമിസിംഗ്. നമ്മൾ സിനിമ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, വിൻസി ചെയ്ത ക്യാരക്ടറും ആ ഒരു ട്രെയിലറിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം എന്തുമാത്രം ഹാർഡ്ഷിപ്പിലൂടെ ആള് പോയിട്ടുണ്ട്. റാണി മരിയ ഇതിന് ഇരട്ടിയായിരിക്കുമല്ലോ അനുഭവിച്ചിട്ടുണ്ടാവുക. പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും സിനിമാറ്റോഗ്രാഫറിനെ കുറിച്ചും സിനിമാറ്റോഗ്രാഫർ, യെസ്, ഷാരൂഖ് ഖാന്റെ എന്നും പ്രിയ സിനിമാറ്റോഗ്രാഫറായ മഹേഷ് ഷാനെ എന്ന് പറഞ്ഞ, അതായത് പുള്ളി നാഷണൽ അവാർഡ് വിന്നറാണ്. അവിടെ കോളേജിൽ പഠിപ്പിക്കുന്ന ആള് കൂടിയാണ്. ഈ കഥ പറഞ്ഞു, കാരണം ഫണ്ടൊന്നും ഉണ്ടായിട്ടല്ല, എങ്കിലും കൂടി അവിടെ ചെന്ന് കഥ പറഞ്ഞ് കഥ കേട്ട് കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ നോക്കിയിട്ട് പറഞ്ഞു യെസ് ഐ ആം വിത്ത് യു. അങ്ങനെ പുള്ളി വന്ന് ഇറങ്ങി. അതോടൊപ്പം തന്നെ പിന്നെ അൽഫോൺസ് ജോസഫിന്റെ വളരെ എന്താ പറയാ കിടിലം മ്യൂസിക് അതാണല്ലോ നമ്മളെ ഓസ്കാറിലേക്ക് കൊണ്ടുപോയത്. എത്ര സോങ് ഉണ്ട് അതിൽ 4 സോങ് ഉണ്ടല്ലേ. പിന്നെ ഇതിന്റെ കോസ്റ്റ്യൂം ആരാണ് ചെയ്തത്? കാരണം എന്തായാലും ആ ഒരു കാലഘട്ടത്തിനെ പ്രതിനിധീകരിക്കുന്ന ഡ്രസ്സ് കോസ്റ്റ്യൂംസ് തന്നെ വേണമല്ലോ. കോസ്റ്റ്യൂം ചെയ്ത ആളെ ഞാൻ പെട്ടെന്ന് മറന്നുപോയി, പേര് മറന്നു, സോറി. അത് പുള്ളിക്കാരത്തി. പക്ഷെ ആ വ്യക്തി എന്താ ചെയ്തതെന്ന് വെച്ചാല് ഞങ്ങളുടെ ഒപ്പം തന്നെ താമസിച്ച് അതിനെപ്പറ്റി ഒരു സ്റ്റഡി നടത്തി. വളരെ വ്യക്തമായ ഒരു സ്റ്റഡി നടത്തിയിട്ട് അതിന്റെ ഓരോ ദിവസങ്ങളും എൻ്റെ അടുത്ത് ഇതിന്റെ ഇത് കൊണ്ടുവരും, റെഫറൻസ് കൊണ്ടുവരും. ഇത് മതിയോ. അപ്പൊ ഞങ്ങളുടെ ഒരു ഇതുണ്ടായിരുന്നു, അതായത് ഇത് കോസ്റ്റ്യൂം ഹാസ് ടു മാച്ച് with the reality. അതാണ് ഞാൻ ചോദിക്കാൻ കാരണം. അതുകൊണ്ട് ഇതിൽ കാണുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും പേര് പറയാൻ പോയി കഴിഞ്ഞാൽ അത് വളരെ വിഷമം. കാരണം ഞാൻ ഈ 2
പേരുടെ നടുക്ക് നിൽക്കുന്നതുകൊണ്ട് എനിക്കൊരു ചോദ്യശരങ്ങളുടെ നടുക്ക് നിൽക്കൊണ്ട് പലപ്പോഴും ശരണ്യനൊന്നും ഒരിക്കലും മറക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ ശരണ്യ അത്രമാത്രം അധ്വാനം ചെയ്ത്, ശരണ്യം 5 പേരടങ്ങുന്ന ഒരു ടീം മഹാരാഷ്ട്രയിൽ വന്ന് ആഴ്ചകൾക്ക് മുമ്പേ വന്ന് ഈ പണികൾ ആരംഭിച്ചു. എല്ലാ കോസ്റ്റ്യൂമുകളും അതിൽ ചെയ്തിരിക്കുന്ന ഒന്നും പഴയതും സംഗതിയൊന്നുമല്ല, എല്ലാം പുതിയ ഡ്രസ്സിനെ പഴയതാക്കി എല്ലാം റെഡിയാക്കിയതാണ്. എന്റെ ഓരോ മൈന്യൂട്ട് വരെ പുള്ളിക്കാരി. എത്ര ലെങ്ത് ഉണ്ട് ഈ മൂവിക്ക്? മൂവി 2 hours and 15 minutes. 2 hours and 15 minutes മൂവി 35 ദിവസം കൊണ്ട്, അത് ഒരു കാലഘട്ടത്തിന്റെ കഥ പറയുന്ന സിനിമ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടീം വർക്ക്. ഇത് ഒറ്റ ഷെഡ്യൂളിനായിരുന്നു അല്ലെങ്കിൽ ഒറ്റ സ്ഥലം തന്നെയായിരുന്നു? അത് വേറെ വേറെ സ്ഥലങ്ങൾ? അല്ല, 3 സ്ഥലത്താണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. 3 സ്ഥലം എന്ന് പറഞ്ഞാൽ ഒന്ന് മഹാരാഷ്ട്രയിലെ ഖണ്ഡാല അടുത്തുള്ള ഒരു സ്ഥലം, പിന്നെ ഇൻഡോർ, പിന്നെ മൂന്നാമത് നമ്മുടെ കേരളത്തിലെ കൊച്ചിയിലും പിന്നെ തൃശ്ശൂർ സെൻട്രൽ ജയിലിലും അങ്ങനെയുള്ള കുറച്ച് ഡിഫറെന്റ് ആയ ലൊക്കേഷൻസിലും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമ കഴിയുമ്പോൾ ഇപ്പോൾ എത്രയായാലും നമ്മൾ ഒരു മൂവി മേക്കർ എന്ന രീതിയിൽ കാണുന്നവർക്ക് ചിലപ്പോൾ ദിസ് ഇസ് ദ ബെസ്റ്റ്, ഇതാണ് മാക്സിമം തോന്നുന്നു. എത്രത്തോളം ഹാപ്പിയാണ് ഈ ഒരു സിനിമ? അത് കുറെ ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു. ഇതിൽ എന്താ എക്കണോമിക്കൽ റെസ്ട്രിക്ഷൻസ് കുറെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അത് കാരണം എന്ന് വെച്ചാൽ ഇത് ഷൂട്ടിംഗ് സ്ഥലത്ത് ഓരോ ഉൾഗ്രാമത്തിലെ ഷൂട്ടിന്റെ സമയത്തും ഇപ്പോൾ ഒരു 200 അല്ലെങ്കിൽ 250 പേരടങ്ങുന്ന ക്രൂവിന് അവരുടെ ഫുഡ്, അക്കോമഡേഷൻ ഇതൊക്കെ വരുമ്പോൾ, ട്രാവലിംഗ് എക്സ്പെൻസസ്, ഇത് പിന്നെ മറ്റ് എക്സ്പെൻസസ് വരുമ്പോൾ ഒരു ന്യൂ കമറായി എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭയങ്കര ഒരു ബേർഡൻ ആയിരുന്നു. പിന്നെ ഒരു കോ പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് ഈ മനുഷ്യന്റെ മനസ്സിൽ പകുതി ചിന്ത മുഴുവൻ ഇത് എങ്ങനെ നാളത്തെ ഷൂട്ടിനുള്ള പൈസ ഉണ്ടാക്കാന്നുള്ളതാണ്. അത് അപ്പൊ ഈ ക്രിയേറ്റീവ് സൈഡിലേക്ക് നമ്മുടെ ഒരു ചിന്ത അത്രമാത്രം അങ്ങോട്ട് ഇറങ്ങാം. അതുകൊണ്ട് എന്ത് പറ്റുന്ന വെച്ചാൽ പല ഷോട്ടുകളും ഇത് അല്പം കൂടി ബെറ്റർ ആക്കാമായിരുന്നു. ഇപ്പൊ തോന്നുന്നു. കറക്റ്റ്. ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ ഉണ്ടായിരുന്നു ഷാഫി ചമ്മാട്. പുള്ളി ആരുമായിട്ടായിരുന്നു ഡീൽ ചെയ്തോണ്ടിരുന്നത്? ഞാനാണ്. ഷാഫി ജമാഡിന്റെ കഥ പറഞ്ഞാല് ഷാഫി ജമാഡ് ചുമ്മാ കഥ കേൾക്കാൻ വന്നതാണ്. കഥ കേട്ട് ആ മനുഷ്യനെ മൂലക്ക് ഇരുന്ന് കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, ഷൈസൻജി നമുക്കിത് ചെയ്യണം എന്ന് പറഞ്ഞു. എന്ത് വന്നാലും നമുക്കിത് ചെയ്യണം. അപ്പൊ തന്നെ എടുത്തു ചാടി. അതെപ്പോഴും ഒരു സിനിമ, ഒരു നല്ല സിനിമ എപ്പോഴും ഒരു കൂട്ടായ്മയുടെ ഒരു വിജയമാണ്. അതുപോലെ തന്നെ ശ്രീ രഞ്ജൻ എബ്രഹാമും അദ്ദേഹം രഞ്ജൻ എബ്രഹാം എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് നമ്മുടെ ഒപ്പം തുടക്കം മുതൽ, ഇതിന്റെ തുടക്കത്തിൽ ഇതൊരു ഡോക്യുമെന്ററി ആക്കാനായിരുന്നു എന്റെ ശ്രമം. അപ്പോൾ ഇതിന്റെ എല്ലാ ഇൻഗ്രീഡിയൻസ് കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതൊരു ഡോക്യുമെന്ററിയിൽ ഒതുക്കരുത്, നിങ്ങൾ ഇതൊരു സിനിമ തന്നെ ആക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ രഞ്ജൻ എബ്രഹാമിന്റെ മുന്നിൽ ഇതൊരു സജഷൻ വെച്ചു, അദ്ദേഹം അത് അംഗീകരിച്ചു. യാത്രയിലുടനീളം അദ്ദേഹം ഒരു ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട് ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നു പുള്ളി രഞ്ജൻ എബ്രഹാം. ഈ ഫേസ് എന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ഓർക്കുന്ന ഒരു പഴയ ഇംഗ്ലീഷ് സിനിമയാണ് ഫേമസ് ആയിട്ടുള്ള ഫേസ് ഓഫ് എന്ന് പറഞ്ഞിട്ട്. ഫേസ് ഓഫ്, യെസ്. എനിക്ക് തോന്നുന്നു ജോൺ ട്രാവൾട്ടയും നിക്കോളസ് കേജും. അപ്പൊ ഈ ഒരു പേര് ഈ സിനിമയിൽ ഇപ്പൊ ഫേസ് ഓഫ് ദി ഫേസ്ലെസ് എന്ന പേര് അതെല്ലാവരും ചോദിക്കുന്നത്, എല്ലാ ഇന്റർവ്യൂകളും ചോദിക്കുന്നതാണ്, എന്തുകൊണ്ട് ഫേസ് ഓഫ് ദ ഫേസ്ലെസ്, എന്തുകൊണ്ട് വോയിസ് ഓഫ് ദ വോയിസ്ലെസ് ആയിക്കൂടാന്ന്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനെ നമ്മൾ ആദ്യം കാണുമ്പോൾ വിലയിരുത്തുന്ന അദ്ദേഹത്തിന്റെ ഫേസ് മൂല്യം കൊണ്ടാണ്. ഈ ട്രൈബൽസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ട്രൈബൽ ജീവിതത്തിൽ അല്ലെങ്കിൽ ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ അടിമപ്പെട്ട് കിടക്കുന്ന നമ്മൾ അവരെ മുഖത്ത് നോക്കി അവർക്ക് അറിയാം എന്തുമാത്രം കഷ്ടപ്പാടും ദുരിതങ്ങളാണ്. അവരുടെ വോയിസ് കേൾക്കുന്നതിന് മുൻപേ അവരുടെ ദുരിതങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അവരുടെ ഫേസ് ആയത് മാറിയതാണ് സിസ്റ്റർ ആനി മരിയ. അപ്പൊ ഇവർക്കൊരു മുഖമില്ല, ഇവർക്കൊരു എന്താ പറയണ ഒരു സ്വാതന്ത്ര്യമില്ല, ഒരു ലൈഫില്ല. അത് കൊടുക്കാനായിട്ട് സിസ്റ്റർ ആനി മരിയ എന്ന് പറഞ്ഞ സ്ത്രീ ഇറങ്ങി തിരിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ ദ ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന് ഇട്ടു. എന്തായാലും ഈ ഒരു സിനിമ, ഇങ്ങനെ ഒരു സിനിമ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ആനി മറിയ എന്ന് പറയുന്ന ഈ ഒരു മഹത് വ്യക്തിത്വത്തെ പലർക്കും അറിയില്ലായിരിക്കാം. ഈ ഒരു സിനിമയിലൂടെ ഞാനും ആദ്യമായിട്ട് ഇത് വായിക്കുമ്പോഴാണ്, ഞാൻ എവിടെയോ ചെറുതായിട്ട് വായിച്ചിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു. ഇപ്പൊ ഇതിനു വേണ്ടി ഞാൻ കുറെ ആളെ പറ്റി വായിച്ചു, ഒരുപാട് പേർക്ക് ഇത് അറിയണ്ട. അതെ. അപ്പൊ ആ ഒരു 41 വയസ്സ് വരെ ജീവിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് മരിച്ചു എന്ന് വേണം നമ്മൾ പറയാം, അല്ലേ? സ്വന്തം കാര്യത്തിന് വേണ്ടി അല്ലല്ലോ ജീവിച്ചത്. ഭാഷ പോലും അറിയാതെ ചെറിയ പ്രായത്തിൽ 21ാമത്തെ വയസ്സിലോ ഭാഷ പോലും അറിയാത്ത മറ്റൊരു ദേശത്ത് പോയിട്ട് അവിടെയുള്ള ദൈന്യത അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ജീവിച്ച് മരിച്ച ആനി മരിയയുടെ ഈ ഒരു ചിത്രം വിജയിപ്പിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരെയും കടമയാണ്. ഈ സിനിമ ഇന്നലെ റിലീസായിട്ടുണ്ട്. അപ്പൊ സ്റ്റാർ സിനിമാസിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പോയി കാണാം. ട്രെയിലർ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും സിനിമ എന്തോരം എന്താ പറയുക, ത്രില്ലിംഗ്. ഇറ്റ്സ് എ റിയൽ സ്റ്റോറി. അപ്പം അത് നമ്മൾ പോയി കണ്ട് വിജയിപ്പിക്കുക എന്നാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ രണ്ടുപേരും ഡെഫിനറ്റ്ലി പോയി കാണും. മാത്രമല്ല സിനിമ ട്രെയിലർ മറ്റൊക്കെ അതിൽ ആ ഇവരുടെ ടീമിന്റെ, ഞാൻ ടീമിന്റെ എന്ന് പറയുന്നുള്ളൂ, ഷായ്സൺ അമരത്ത് നിൽക്കുന്ന ആ ടീമിന്റെ കഷ്ടപ്പാട് മുഴുവൻ വെളിവാകുന്ന ട്രെയിലർ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇറ്റ്സ് വെരി പ്രോമിസിങ്.
അപ്പൊ ഷൈസൻ അടുത്ത അല്ല അതെ പോകുന്നതിന് മുന്നേ അതെ ഫ്യൂച്ചർ ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്തൊക്കെയാണ്? ഈ ചോദ്യവും എന്തോ റെപ്പറ്റീഷനാണ്. എനിക്ക് സോറി ടു സേ ദാറ്റ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ഇനി അടുത്ത പ്രോജക്റ്റ് എന്നതാണ്. ഞാൻ അവരോട് പറയുന്ന ഒരു ഉത്തരം ഇതുള്ളൂ. ഒന്ന് പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു 9 മാസമെങ്കിലും ഒരു 10 മാസമെങ്കിലും എടുക്കും ക്ഷീണം മാറാൻ. അതിനേക്കാളും വലിയൊരു വേദനയിലൂടെയാണ് ഞാൻ കടന്നു പോണത്. അപ്പോൾ ഇത് സക്സസ് ആയിട്ട് ഇത് കാണുന്ന ഓഡിയൻസ്, അതായത് ഈ ടെലിവിഷൻ ഷോ കാണുന്ന ഓഡിയൻസ്, നിങ്ങൾ ഈ സിനിമ കണ്ട് വിലയിരുത്തി ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഇതിനെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കലാമൂല്യമുള്ള അല്ലെങ്കിൽ വളരെ മൂല്യമുള്ള സബ്ജക്റ്റുകൾ എന്നെ പോലെയുള്ള ആർട്ടിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ എന്നെ പോലെയുള്ള സിനിമാക്കാർക്ക് അത് എടുക്കാനുള്ള ഒരു പ്രേരണ നിങ്ങൾക്ക് തരാൻ പറ്റും. അതുകൊണ്ട് ഒരു ഹംബിൾ റിക്വസ്റ്റ് എല്ലാ വ്യൂവേഴ്സിനോടും, പ്ലീസ് ഗോ ടു ദ തിയേറ്റേഴ്സ് ആൻഡ് വാച്ച് ദിസ് ഫിലിം. നിങ്ങളുടെ 1 മിനിറ്റ് പോലും വേസ്റ്റ് ആവില്ല. അല്ല, മറ്റൊരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, നമ്മളിപ്പോൾ കണ്ട് ചിരിച്ച് കളയുന്ന സിനിമകളെല്ലാം ക്ലീശിയ സിനിമകളായിട്ട് പിന്നെ പുറന്തള്ളപ്പെടും. നമ്മളെപ്പോഴും ഇപ്പോഴും എന്താണ് പെരുന്തച്ഛനെ പോലുള്ള സിനിമകളെ പറ്റിയാണ് നമ്മൾ മലയാള സിനിമയെ പറ്റി പറയുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇപ്പോൾ ആടുജീവിതം പോലുള്ള സിനിമകൾ അല്ലെങ്കിൽ ഫേസ് ഓഫ് ഫേസിൽ പോലുള്ള സിനിമകൾ നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട ചുമതല നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. കാരണം ഇവരൊക്കെയാണ് നമ്മുടെ റിയൽ ലൈഫ് ഹീറോസ്. ശരിക്കുള്ള ജീവിതത്തിൽ പോരാടി ഒന്നും ഇല്ലായ്മയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതെ, റീടെൻഷൻ എത്ര ഉണ്ടാവുന്നു ശരിക്കും തുടങ്ങുമ്പോഴേ അവരുടെ മനസ്സിലുണ്ടാവും. ഇതൊന്നൊരു വലിയ ലാഭമല്ല. അവർ ചിന്തിക്കുന്നത് ഈ സിനിമയുടെ കോസ്റ്റെങ്കിലും കവർ ചെയ്താൽ മതി എന്നുള്ളതാണ്. എക്സാക്ട്ലി അല്ലേ? എക്സാക്ട്ലി. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സിനിമ കാണാൻ ശ്രമിക്കാം. നല്ലൊരു സിനിമയാണ്, നല്ലൊരു മെസ്സേജ് ആണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഫ്യൂച്ചർ വെഞ്ചേഴ്സ് എല്ലാം അടിപൊളിയാവട്ടെ.